പറഞ്ഞു. സാറേ, ഇവിടെ 2 കടയിലാണ് ഫോൺ റീചാർജ് ഉള്ളത്. ഞങ്ങളുടെ 2 അടുത്തും ഈ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാൻ ആ പെൺകുട്ടി വന്നിട്ടില്ല സാർ. ആ കൊച്ച് മരിക്കാൻ നോക്കിയതിൻ്റെ തലേദിവസവും ഇവിടെ പാലിന് പാത്രം എടുക്കാൻ വന്ന് ഒരു സർവസ് കുടിച്ച് സന്തോഷമായിട്ടാണ് പോയത്. പക്ഷേ ബസ്സിൽ വെച്ച് അങ്ങനെ വേറെ ആമ്പിള്ളേരുമായി സംശയം തോന്നത്തക്ക രീതിയിലൊന്നും കണ്ടിട്ടില്ല സാറേ. വീട്ടിലുണ്ടാക്കുന്ന ഇടയ്ക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് പൊന്നി തൂങ്ങി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഞാൻ അവളുടെ ടീച്ചറാണ്. അങ്ങനെ ഒരു അഫയർ അവൾക്കുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. അവക്ക് വാട്സപ്പ് ഉള്ളതായിട്ട് എനിക്കിതുവരെ അറിയില്ല. ലക്ഷ്മണ, ആർക്കും ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളതായിട്ട് പോലും അറിയില്ല. എന്താണോ അങ്ങനെ? അതിനൊരു കാരണമുണ്ട് സാറേ. ആ ഫോണ് അവൾക്ക് ഞാൻ ചിട്ടി പിടിച്ച് മേടിച്ചു കൊടുത്തതാ. അത് കളഞ്ഞു പോയാലൊന്ന് പേടിച്ച് അവള് അത് കോളേജിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. അതുകൊള്ളാം. ചുരുക്കി പറഞ്ഞാൽ ആ വീഡിയോ കണ്ടത് ഈ ലോകത്ത് താൻ മാത്രമാണ്. എൻ്റെ പൊന്നു ലക്ഷ്മണ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ? അതോ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായ ഷോക്ക് കണ്ട് തനിക്ക് വെറുതെ തോന്നിയതാണോ? അല്ല സാർ, സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് വിളിച്ചൂടെ? കണക്ട് ചെയ്യാൻ പറ.